എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മുടെ കൊച്ചു വാവയുടെ തസ്വി മോളുടെ ബർത്ത്ഡേ ഒക്കെയാണ്. അപ്പം ഞാൻ ഇന്നൊരു സ്പെഷ്യൽ കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പം നാളെയാണ് ബർത്ത്ഡേ. അപ്പം നമുക്ക് അതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്തു വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ കടയിലൊക്കെ പോയി കുറേ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് എനിക്കൊരു ആദ്യമായിട്ടാണ് മുന്തിരിങ്ങ ഇതൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഇത് നല്ല കഴുകി വൃത്തിയാക്കി ഇതിൻ്റെ പരിപാടിയിലോട്ട് നമുക്ക് പോകാം കേട്ടോ. അരിയില്ലാത്ത മുന്തിരിങ്ങയാണ് ഞാൻ മേടിച്ചിരുന്നത് കേട്ടോ. കണ്ടല്ലേ, ഞാനിത് ആയിട്ടുണ്ട് കേട്ടോ. അരിയില്ലാത്ത വലിയ മുന്തിരിങ്ങ കണ്ട, നിങ്ങൾ കാണുന്നുണ്ടല്ലേ. ഇന്ന് ഈ മുന്തിരിങ്ങ വെച്ച് നമുക്കൊരു പർപ്പിൾ കളറിലുള്ളൊരു കേക്ക് ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പം നമുക്കിത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഇത് ഓരോന്നോരോന്ന് കുറച്ച് സമയങ്ങളൊക്കെ നമുക്ക് വേണ്ടി വരും. ഓരോന്നോരോന്നായിട്ട് ചെയ്ത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ പുറവിന് കാണിച്ചു തരാം. നിങ്ങളെല്ലാം എൻ്റെ വീഡിയോയിലോട്ട് വരണം. നിങ്ങൾക്കെല്ലാം സുഖമായിരിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, എല്ലാവർക്കും എൻ്റെ ശുഭദിനം. നമ്മൾ ഇന്നലെ കുറേ കാര്യങ്ങളൊക്കെ ഇന്നലെ രാത്രി ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ധന്യപ്പൊഴി മുന്തിരിങ്ങയൊക്കെ മേടിച്ച് അത് നമ്മൾ കഴുകി, ഞാനാണെങ്കിൽ ഈ മുന്തിരിങ്ങയൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു രാത്രിയിലൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ഞാനൊരു രാത്രി ഇട്ടിട്ട് രാവിലെ കഴുകത്തുള്ളൂ. നമ്മൾ വളരെ ഫ്രഷായിട്ട് ഉപയോഗിക്കേണ്ട ഒരു ഫ്രൂട്ട്സാണ് നമ്മളുടെ മുന്തിരിങ്ങ അല്ലേ. ഏറ്റവും കൂടുതൽ മരുന്നൊക്കെ അടിക്കുമ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ അതിൻ്റെ തൊലിപ്പുറത്തൊക്കെ ഏറ്റവും കൂടുതൽ പറ്റിയിരിക്കുന്ന മുന്തിരിങ്ങ എന്ന ഫ്രൂട്ട്സിൽ നമുക്ക് പഴം വേണമെങ്കിൽ തൊലിച്ച് എടുക്കാം, ഓറഞ്ച് തൊലിച്ചെടുക്കാം. പിന്നെ നമ്മൾ കഴിക്കുന്ന ഇപ്പോൾ ചക്ക, മാങ്ങ എല്ലാം നമ്മൾ തൊലിയെത്തിയല്ലേ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് അടിക്കുന്ന മരുന്നുകൾ നമ്മളുടെ വയറ്റിലൊക്കെ പോകാനൊക്കെ സാധ്യതയുണ്ട്. നമ്മൾ ചില സമയങ്ങളിൽ നമ്മൾ ഇതൊന്നും നമ്മൾ ഉപയോഗിക്കും. എങ്കിലും നമ്മൾ വളരെ സത്യസന്ധമായിട്ട് വേണം നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട്. ചില സാഹചര്യങ്ങളിൽ നമുക്ക് കഴിച്ചേ പറ്റത്തുള്ളായിരിക്കും. എങ്കിലും നമ്മൾ എപ്പോഴും ചെയ്യുന്ന സത്യസന്ധമായി നല്ല രീതിയിൽ തന്നെ എല്ലാം പാചകം ചെയ്യുന്നത്. അതായത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ അത്രയും സത്യസന്ധമായിട്ടായിരിക്കല്ലേ. വല്ല പറയുന്ന നമുക്ക് കൂടെ നിന്ന് ചതിക്കരുതെന്ന് പറയത്തില്ലേ. എല്ലാവരും കൂടെ നിന്ന് ആരെയും ചതിക്കാതെ മുന്നോട്ട് പോകണമെന്നാണ്. ഇന്ന് രാവിലെ എനിക്കിപ്പോൾ ഈ മുന്തിരിങ്ങയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ വന്നത്. ഇപ്പോൾ എല്ലാം മരുന്നടിച്ചല്ലേ എല്ലാ സാധനങ്ങളിലും. കാരണം ഇത് കൊണ്ടുവന്ന് ഇപ്പൊ ചില സാഹചര്യത്തിൽ ഇപ്പൊ തക്കാളിയൊക്കെ നമ്മൾ മേടിച്ചുകൊണ്ട് വരും. നമുക്ക് പെട്ടെന്ന് അത് കണക്ക് മഞ്ഞളിലൊന്നും എടുക്കാനുള്ള സമയമൊന്നും കാണത്തില്ല. അങ്ങനെ നമ്മൾ ഇപ്പൊ ഞാനിത് പറയുന്നതുകൊണ്ട് അങ്ങനെ ഞാനിത് എപ്പോഴും അങ്ങനെ ചെയ്യുന്നതെന്നല്ല. അപ്പൊ കഴിവതും നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന സാധനങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മൾ വളരെ സത്യസന്ധമായിട്ടൊക്കെ വേണം നിൽക്കാൻ. ആഹാര സാധനങ്ങളുടെ ആയാലും ജീവിതത്തിന്റെ കാര്യമെല്ലായാലും കൂടെ നിൽക്കുന്നവരെ ചതിക്കാതിരിക്കാതെ സ്നേഹത്തോടും സത്യസന്ധമായി സന്തോഷത്തോടും മുന്നോട്ട് പോകണമെന്നാണ് പറയുന്നത്. നമ്മൾ ഇന്നലെ രാത്രിയിൽ ഞാൻ ഈ മുന്തിരിങ്ങ വെള്ളത്തിൽ 3-4 പ്രാവശ്യം ഞാൻ കഴുകിയതാണ്. അതിനുശേഷം ഇന്ന് രാവിലെ ഞാൻ ഇള ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് കുറച്ച് നേരം വെച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് ഫ്രഷായി കഴുകിക്കൊണ്ട് വരാം. നമ്മളൊരു വെറൈറ്റി കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഞാനൊരു വ്യത്യസ്ത രീതിയിൽ 2-3 കേക്ക് ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് ഈ മുന്തിരിങ്ങ തന്നെ വെച്ച്. അപ്പോൾ എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതെല്ലാം ഞാൻ നിങ്ങളുടെ കാണിക്കും. നിങ്ങൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. നിങ്ങൾ എൻ്റെ കൂടെ വേണം. നിങ്ങൾ എൻ്റെ കൂടെ ഉള്ളതാണ് എൻ്റെ ഒരു ശക്തി. അതാ ഇപ്പം അതാ നോക്കെ, നമുക്കിത് ഒന്നുകൂടെ കഴുകി വൃത്തിയാക്കിക്കൊണ്ട് അന്നേരം നമുക്ക് അടുത്ത പരിപാടിയിൽ പോകാം. ഇപ്പൊ ഈ കൈ എനിക്ക് വയ്യല്ല. ആളുകൾ പേരിക്ക് നീ അടവൊക്കെ ആണോ എന്നൊക്കെ ചിന്തിക്കുന്നവരും കാണും. സത്യമാണ്, എൻ്റെ കയ്യിൽ കൂടുതൽ ജോലി ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ഒരുപാട് പെരുപ്പ് അനുഭവപ്പെടാറുണ്ട്. ഞാൻ ഇങ്ങനെ ജോലി ചെയ്യുന്ന ഇങ്ങനെയൊക്കെ നടക്കുന്ന കണ്ടപ്പം ചിലർക്കൊക്കെ സംശയം തോന്നാം. സത്യമാണ്, എൻ്റെ കൈ ഇപ്പം ഈ വിരലാണ് മെയിനായിട്ട് പെരുപ്പുള്ളത്. കൂടുതൽ ജോലി ചെയ്ത് വരുമ്പോൾ നമ്മുടെ ഈ 3 വിരലിനെയും അത് ബാധിക്കാറുണ്ട്. പിന്നെ നമ്മൾ വെറുതെ ഇരുന്നാലോ എന്ന് വിചാരിച്ചിട്ട് കണ്ണിങ്ങനെയൊക്കെ മുടക്കുമ്പോഴൊക്കെ നമുക്ക് അതിൻ്റെ ഫീലിങ്സ് ഉണ്ട്. നമ്മളെ കയ്യിൽ നിന്ന് ഇപ്പോൾ ഒരു തക്കാളി തന്നെ ഒക്കെ നമ്മളിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ നിന്ന് അതൊക്കെ ഊർന്നു പോകാനൊക്കെ ഉണ്ട്. പിന്നെ നമ്മളങ്ങ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പം ആരുമില്ലാത്ത സ്ഥിതിക്ക് നമ്മൾ സ്വയം ചെയ്തല്ലേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം ഞാനിങ്ങനെ പറഞ്ഞ് ഇങ്ങനെ കയ്യിൽ നിന്നൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ഊർന്നു പോകും. സത്യമായിട്ടാണ് ഞാൻ പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് അത് ഇവിടെ ഇങ്ങനെ വേദന വരാറുണ്ട്. അപ്പം അതൊക്കെ വെച്ചുകൊണ്ടാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ വീഡിയോയും കുറഞ്ഞ് വരുന്നതിൻ്റെയൊക്കെ കാരണം അതാണ്. അത് ഇപ്പം നിങ്ങൾ നോക്കിക്കോണം. ഞാൻ എല്ലാ കഴിവതും നിങ്ങളെ മുമ്പിലോട്ട് ഞാൻ സമർപ്പിക്കും. യൂട്യൂബ് എൻ്റെ സന്തോഷത്തോടൊപ്പം നിൽക്കുമെന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്ദി. നമുക്ക് നമ്മളുടെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, നാത്തുൻ എന്നെ പുട്ടും കടലയും കഴിക്കാനായിട്ട് വിളിച്ചത്. ഞാൻ കഴിച്ചു പോയി. വേറെ മമ്മി ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ, നമ്മളെ മിനി. അപ്പം ഞാൻ
പോയി എന്തോ പരിപാടി എന്ന് കേൾക്കാൻ മനസ്സിലായി. ഇന്ന് എന്തോന്ന് കേക്ക് ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ കുറേ സമയം വേണമല്ലോ. ഇന്നലെ ഞാൻ പറയാം ചോറ് ഞാൻ വെച്ച്, പിന്നെ ഇന്നലെ എനിക്ക് നാട്ടിനും എല്ലാം തന്നിട്ടുണ്ടല്ലേ, ചമ്മന്തിപ്പൊടി, കടുമാങ്ങ, നാരങ്ങ എല്ലാം ഇരിപ്പം, തൈരും എല്ലാം ഇരിപ്പുണ്ട്. അത് മതി. അയ്യോ വേണ്ടടേ, വേണ്ടാഞ്ഞുണ്ട്. ഇപ്പം പിന്നെ ഞാൻ തിന്ന് പുട്ടും ഇതൊക്കെ ആയിട്ട് കഴിച്ചു. പുട്ട് ഏത്തക്കൊക്കെ ആയിരുന്നു. അപ്പം നല്ലതുപോലെ കഴുകി വെച്ചിരിക്കാം. ഞാൻ ഇത് പറഞ്ഞത് നിങ്ങൾക്ക് ഒന്നും തോന്നരുത്. കാരണം നമ്മൾ ചെയ്യുന്ന ഓരോ കള്ളത്തിനും മുകളിലിരിക്കുന്ന ആളുകൾ കാണുമെന്നൊക്കെ ഇങ്ങനെ പറയത്തില്ല. അതുകൊണ്ട് നമ്മൾ വളരെ സത്യസന്ധമായിട്ട് ചെയ്യണം. ഇപ്പം മുളകിലും ഈ മുന്തിരിങ്ങയിലുമാണ് ഏറ്റവും കൂടുതൽ വിഷാംശം കൂടുതൽ. ഞാൻ ചിലപ്പോഴൊക്കെ ആയാലും ഈ മഴയൊക്കെ നമുക്ക് മുളക് കഴുകിയിട്ട് ഉണക്കാനൊക്കെ ബുദ്ധിമുട്ടായത് കൊണ്ട് ഞാനും കഴിവാതൊക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നതെങ്കിലും ഞാൻ പറയുക, കഴിവത് നിങ്ങൾക്ക് പറ്റുന്നവരെല്ലാം അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. അപ്പം നമ്മൾ വേണ്ട ഈ മുന്തിരിങ്ങ നല്ലതുപോലെ നേരത്തെയൊക്കെ ആകുമ്പോൾ ഇതിനകത്തൊക്കെ ഒരുമാതിരി മരുന്നടിച്ചതിൻ്റെയൊക്കെ ഓരോ കളറൊക്കെ നിങ്ങൾ കണ്ടില്ലേ. ഇപ്പം അതൊന്നുമില്ല. ഞാനത് കുറേ നേരം എന്ന് പറഞ്ഞാലും പോലെ ഒരു 3-4 മണിക്കൂർ ഞാൻ ആദ്യം തന്നെ 3-4 വെള്ളത്തിൽ കഴുകിയിട്ട് ഞാനങ്ങ് വെള്ളം ഒഴിച്ചങ്ങ് ഇട്ടിരിക്കും. രാവിലെ ആകുമ്പോൾ ഞാൻ ഇളം ചൂട് വെള്ളത്തിൽ ഇച്ചിരി ഉപ്പ് നീരാണ് വെച്ചത് കേട്ടോ. ഉപ്പ് നീര് ഒഴിച്ച് കുറച്ച് നേരം കൂടി ഇട്ടിട്ട് ഊറ്റി വെച്ചിരിക്കുന്നതാണ്. നമുക്കിനി നമ്മളെ നല്ല വെരി ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ മുന്തിരി കേക്കിൻ്റെ ആദ്യത്തെ കാര്യങ്ങളോട്ട് പോകാം. നമുക്ക് പടിപടിയായിട്ട് ഓരോ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അപ്പം നമ്മൾ ഈ മുന്തിരിങ്ങ കഴുകി വെച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് പോകാം. ഓക്കെ. പഴയ ലൈറ്റർ കത്താനൊക്കെ ചില സമയത്തൊക്കെ കത്താൻ പാടായിരുന്നു. അങ്ങനെ ഇന്നലെ ഞാൻ തന്നെ പോയിപ്പം മേടിച്ചതാണ്. കുറേ സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ചു കേട്ടോ. അപ്പം അത് ഞാൻ ഇത് ഒന്ന് ഉപയോഗിക്കാം വിചാരിച്ച്. കത്തിക്കാനൊക്കെ ചിലപ്പോൾ നമുക്ക് ഒത്തിരി നേരം കത്തുന്നില്ല. അപ്പം നമ്മളെ ഗ്യാസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കുമല്ലോ. അപ്പം ഞാൻ എന്തായാലും ആദ്യം ഗ്യാസ് ഒന്ന് കത്തിക്കട്ടെ. നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ ഗ്യാസ് കത്തിച്ച് കേട്ടോ. ഒരു പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് നമ്മൾ മുന്തിരിങ്ങ ഇടുക. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മുന്തിരി കേക്ക് ആണ് കേട്ടോ. പർപ്പിൾ കളറിൽ കോളം ഇട്ടാൽ നിങ്ങൾ ഇച്ചിരി കൂടിപ്പോയാലും നമുക്കൊന്നുമില്ല കേട്ടോ. ഇത് നമുക്ക് വേറെ ഓരോന്നിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഞാനിതിപ്പോൾ ആദ്യം 1 കപ്പ് ഇട്ട് ഞാൻ കുറച്ചും കൂടെ അതിനകത്ത് ഇടുകയാണ്. ഒരു 1.5 കപ്പോളം ഞാനിട്ട് നിങ്ങൾ അതിൻ്റെ അളവിനനുസരിച്ച് ചെയ്യുക കേട്ടോ. ഇത് ആവശ്യം ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ. അപ്പം നമുക്കതിലേക്ക് ഞാൻ 1 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതിങ്ങനെ ഉരുകി വരിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പല രീതിയിൽ ആക്കാം മുന്തിരിങ്ങയുടെ കേക്ക്. നിങ്ങൾക്ക് വേണേൽ ഇത് ജ്യൂസ് പോലെ ആക്കിയിട്ടും ഇങ്ങനെ ആക്കാം. ഞാൻ ഇങ്ങനെ ചെയ്യാൻ പഞ്ചസാര ഇങ്ങനെ ഇത് രണ്ടും കൂടി ഇങ്ങനെ ഇതിനകത്ത് ഇടും നല്ല രീതിയിൽ സെറ്റായിട്ട് വരട്ടെ കേട്ടോ. ഇങ്ങനെ ചെറുതീ എന്നിട്ട് കൊടുക്കാം. അത് ചെറുതായിട്ട് ഉരുകിയൊക്കെ വരട്ടെ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് പോകാം. ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ധനിയെ പോയപ്പോൾ അമൂലിൻ്റെ മിൽക്ക് പൗഡറാണ് ഞാൻ ഇതിനകത്ത് ചേർക്കുന്നത്. 100 ഗ്രാം അമൂല്യ മിൽക്ക് പൗഡറും പിന്നെ ഞാനൊരു 250 ml കപ്പിന് 2 കപ്പ് മൈദാമാവുമാണ് ചേർക്കുന്നത് കേട്ടോ. ഇതിനെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ 3 കേക്ക് ഉണ്ടാക്കണമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഇതിനകത്തെല്ലാം ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ റോൾ ഇങ്ങനെ എടുത്തിട്ട് ഇതിനകത്ത് ചുറ്റി വെച്ചാൽ നമുക്ക് അരിവിനൊന്നും പിടിക്കാതെ പെട്ടെന്ന് ഇളക്കിയെടുക്കാം. ഞാനൊരു 3 കേക്കാണ് ഉണ്ടാക്കുന്നത്. 2 കപ്പ് മാവിനകത്ത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ട്. വേണ്ട ആവശ്യമുള്ള സാധനങ്ങളൊക്കെയാണ് ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട നമ്മളുടെ മുന്തിരിങ്ങ കണ്ടല്ലോ. നമ്മൾ ഒരു തുള്ളി വെള്ളം ഒഴിച്ചില്ല. എന്നിട്ട് തന്നെ അത് കണ്ട അത് നല്ല ഫ്രഷായിട്ട് കണ്ട പഞ്ചസാര ഇതിനകത്ത് അലിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ട ഇത് നമുക്ക് തണുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ മിക്സിയിൽ അടിച്ചുകൊണ്ട് വരാം. അല്ലാതെ പച്ചയ്ക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് അടിക്കാം കേട്ടോ. ഇതാകുമ്പോൾ ഈ മുന്തിരിങ്ങയുടെ കളറുകളെല്ലാം ഇതിനകത്തങ്ങ് ഇളകും. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്തേക്കുന്നത് കേട്ടോ. സാധനങ്ങൾ 2 കപ്പ് മൈദാമാവാണ്. 1 കപ്പ് ഞാൻ അരിപ്പയിൽ ഇട്ടിട്ടുണ്ട്. ഒരു 3/4 കപ്പ് പഞ്ചസാര, ഒരു 1/4 കപ്പ് പാൽപ്പൊടി, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ള് ഉപ്പ്, വാനില എസൻസ്, മുട്ട, പിന്നെ നമ്മളെ പ്രധാനമായിട്ടുള്ള മുന്തിരിങ്ങ. അപ്പം നമുക്കിതെല്ലാം ഇതെല്ലാം നമുക്ക് ഓരോന്നോരോന്നായിട്ട് സെറ്റ് ചെയ്തുകൊണ്ട് വരാം കേട്ടോ.
ഇതെല്ലാം സെറ്റ്. നമ്മൾ നേരത്തെ ഒരു കപ്പിട്ട് ഇതിപ്പോൾ ഞാൻ ഇത് 3/4 കപ്പ് അതിൻ്റെ കൂടെ ബാക്കിയും കൂടെ ചേർത്ത് കോൺഫ്ലവറും കൂടെ ചേർത്താണ് 2 കപ്പ് ആക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ കോൺഫ്ലവർ ഉൾപ്പെടെ നമുക്ക് 2 കപ്പ് ഇത് കോൺഫ്ലവറാണ്. 2 കപ്പ് മാവ്, 1/4 കപ്പ് അമൂല്യയുടെ മിൽക്ക് പൗഡർ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ഉപ്പ്, ഇതെല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടൊരു 3 പ്രാവശ്യമായിട്ട് അടിച്ചുകൊണ്ട് വരാം. ഓക്കെ, ഇതെല്ലാം കൂടെ നമുക്ക് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ 3 പ്രാവശ്യം നമുക്ക് അടിച്ചു വയ്ക്കാം. നമ്മളിത് 3 പ്രാവശ്യം അടിച്ചു വെച്ചിട്ടുണ്ട്. നമുക്കിത് അടച്ചു വെക്കാം. ഇതേപോലെ ഒരു അരിപ്പൊക്കെ ആവുകയാണെങ്കിൽ നല്ലതുപോലെ യോജിക്കും കേട്ടോ. നമുക്ക് പഞ്ചസാര നല്ലതുപോലെ പൊടിച്ചോണ്ട് വരാം. പഞ്ചസാര പൊടിച്ചോണ്ട് വരാം. 1/4 കപ്പ് പഞ്ചസാര, നമുക്ക് പഞ്ചസാര വേറെ അല്ലാതെയൊക്കെ നമുക്ക് ചേർക്കണം. അതുകൊണ്ട് 1 കപ്പ് പഞ്ചസാര നമുക്ക് പൊടിച്ചോണ്ട് വരാം. ഞാൻ ഈ മുന്തിരിങ്ങയിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ വെന്ത മുന്തിരിങ്ങ അരിച്ചെടുക്കാം. ഇത് നമ്മള് വറ്റിച്ചെടുക്കാം. ഇത് ഒത്തിരി സമയം എടുക്കുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചത് കേട്ടോ. ഇനി കുറച്ചുകൂടെ ഒക്കെ ഇട്ടിരുന്നാൽ കുറച്ചുകൂടെ നല്ല തിക്കായിട്ട് കിട്ടും. ഇതിപ്പം ഇച്ചിരി ഒന്ന് തണുക്കാനായിട്ടിരിക്കട്ടെ. നമ്മളുടെ ജ്യൂസിന്റെ കളറൊക്കെ കണ്ട ഇത് നമുക്ക് നല്ലതുപോലെ അടിച്ചുകൊണ്ട് വരണം കേട്ടോ. ഞാനിതൊരു ഇച്ചിരി നേരം തണുക്കാനായിട്ട് വെച്ചേക്കാം. മുട്ട നമുക്ക് ഒരു ബൗളിലോട്ട് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇത് ഞാൻ നല്ല കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് വെച്ച മുട്ടയാണ്. പീക്കുമോളുണ്ടെങ്കിൽ പീക്കുമോൾ എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് തരും കേട്ടോ. ഇത് ഒറ്റയ്ക്കാണ് വീഡിയോ എഡിറ്റിങ്, പാചകം എല്ലാം ഞാൻ തന്നെ ചെയ്യണം കേട്ടോ. അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള താമസങ്ങൾ വരുമെന്ന് ഇത് ചാനലിൽ നടത്തുന്ന ഓരോരുത്തർക്കും അറിയാമല്ലോ. എന്റെ പാട്ട് ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ അറിയാലോ. നമ്മളിവിടെ 6 മുട്ട എടുത്തു കേട്ടോ. ആദ്യം ചെറുത് 1 അടിക്കണം. അതിനുശേഷം നമുക്ക് കൂട്ടി അടിക്കാം. കാരണം ഇതിന് ഇപ്പൊ നമ്മള് അവിടെ സ്വിച്ചിട്ടാ ഇവിടെ അങ്ങ് കറങ്ങും. ഇവിടെ എന്തോ ഒരു കുഴപ്പം പറ്റി കേട്ടോ. ഇത് മോൻ എനിക്ക് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു കേട്ടോ. ജീപ്പാസ് അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ മോൻ എനിക്ക് ചാനൽ തുടങ്ങിയതിന് ശേഷം ഒരുപാട് കാര്യങ്ങളൊക്കെ കേക്കിന്റെ ആയാലും ജ്യൂസറായാലും വെള്ളം കുടിക്കാനുള്ള സാധനമായാലും എല്ലാം മക്കളുമാരെല്ലാം മേടിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അടിക്കാം. ഇത് കുറെ നാളായി, നിങ്ങൾ നേരത്തെ കണ്ടു. ഇപ്പൊ എന്തോ ഒരു നമ്മളിപ്പോ ഇങ്ങനെ ഞെക്കിയാല് തന്നെ കറങ്ങത്തില്ല കേട്ടോ. നമ്മൾ പഞ്ചസാരയൊക്കെ പൊടിച്ചു വെച്ചിട്ടുണ്ട്, എല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ബീറ്റ് ചെയ്ത് തുടങ്ങാം. സ്വിച്ചിട്ടാലേ കറങ്ങത്തുള്ളൂ കേട്ടാ. കണ്ടപ്പോഴേ കറങ്ങും. നല്ലതുപോലെ നമുക്ക് അതിലേക്ക് വേണേൽ നമുക്ക് ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത്. പഞ്ചസാര നമുക്ക് പ്ലെയിൻ ആയിട്ട് തന്നെ ഇതിനകത്തിട്ട് അടിക്കാം, പൊടിക്കാതെ തന്നെ. അത്രയ്ക്ക് അത് സ്മൂത്തായി കിട്ടും കേട്ടോ. ഇത് അടിഞ്ഞു വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കുറേ ചെയ്ത് കൊടുക്കാം. സ്വിച്ചിടണം. നല്ല ഇപ്പൊ മഞ്ഞ കളറാണ് ഇരിക്കുന്നത്. നല്ല വെള്ളയായിട്ട് വേണം. നല്ല വെള്ള പോലെ നമുക്ക് നല്ലതുപോലെ അടിച്ചോണ്ട് വരാം കേട്ടോ. അടിച്ചോണ്ട് വന്നിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ ചാരി വെച്ചിരിക്കുക കേട്ടോ. കൈക്ക് വെച്ചിട്ട് കൈക്ക് വരണം. അപ്പൊ ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം വാനില എസൻസ് ഇട്ടിരിക്കും. ഇവിടെ നല്ല വൈറ്റ് ഫ്ലഫി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കുറച്ച് കൊണ്ടുവരണം കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്ത് ചേർക്കേണ്ടത് ഓയിലാണ്. ഓയിലൊക്കെ ചേർത്തിട്ട് വളരെ ലോയിലിട്ട് നമുക്ക് അടിച്ച് നമുക്ക് ഓയിൽ ചേർത്തെടുക്കാം.
പാത്രത്തിൽ കിടന്ന് നമ്മുടെ മുട്ട കണ്ട നമ്മളുടെ മുട്ട അടിച്ചു വെച്ചു. നമുക്ക് പ്രധാനപ്പെട്ട കാര്യം മറന്നുപോയി. ഓവൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഇഡ്ഡലി കുട്ടുവാണ് കേട്ടോ. നമുക്കിതെല്ലാം ഓവൻ സെറ്റപ്പൊക്കെ ശരിയാക്കി വെക്കാം. നെല്ലായിട്ട് ഇത് നമുക്ക് അടിച്ചെടുത്തോണ്ട് വരാം. അപ്പോൾ പഞ്ചസാര അടിച്ച മിക്സിയിൽ തന്നെ നമുക്ക് നല്ലതുപോലെ അടിച്ചുകൊണ്ട് വരാം. അരിച്ച് വെച്ചിരിക്കുന്ന പൾപ്പ് ഇതിനകത്തോട്ട് നമുക്ക് അരിച്ചെടുക്കാം. നമ്മുടെ വാവക്കുട്ടിയുടെ ബർത്ത്ഡേക്ക് വേണ്ടി ഉണ്ടാക്കുന്ന സ്പെഷ്യൽ കേക്കാണ് കേട്ടോ. അപ്പം ചേച്ചിക്കും നാളെ തസ്വിക്കുട്ടിയുടെ മാത്രം ബർത്ത്ഡേ അല്ല, എൻ്റെ മോൻ്റെയും കൂടെ ബർത്ത്ഡേ ആണ് കേട്ടോ. മാമൻ്റെയും മോളെയും കൂടെ കൊച്ചുമോളെയും കൂടെ ബർത്ത്ഡേ ആണ് കേട്ടോ. മോൻ്റെയും കൊച്ചുമോളുടെയും കൂടെ ബർത്ത്ഡേ ആണ് നാളെ. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മളുടെ മെയിൻ പരിപാടി തുടങ്ങാൻ ഞാൻ ഇതിനകത്ത് 50 ഗ്രാം ഓളം കാണും കേട്ടോ. 50 ഗ്രാം ബട്ടറും കൂടെ ചേർക്കുകയാണ്. ഈ ബട്ടർ കൂടെ നമുക്ക് ഇതിനകത്ത് അടിച്ചിട്ട് നമുക്കിന് മെയിൻ പരിപാടികളൊക്കെ നമുക്ക് തുടങ്ങാം. ഓക്കെ, ഇതിലേക്ക് നമുക്ക് പഞ്ചസാര കുറച്ചിട്ട് കൊടുക്കാം. നമ്മുടെ പഞ്ചസാരയും ബട്ടറും കൂടെ നല്ലതുപോലെ അടിച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2-3 പ്രാവശ്യമായിട്ട് നമുക്ക് ഈ മുട്ടയുടെ മിക്സും പിന്നെ മാവും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ വിചാരിച്ചിനി ഡിസ്ക് വെച്ചാൽ കളക്കാം. നമുക്ക് മുട്ടയുടെ ഇട്ടും മാവും കൂടെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മിക്സ് ചെയ്യാം. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് കാണിക്കാം. ഇടയ്ക്ക് നമ്മൾ മുട്ടയുടെ ഇതും ഇടയ്ക്ക് മാവും കൂടെ ഇട്ട് നമുക്ക് 2-3 പ്രാവശ്യമായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുക്കും. നമ്മൾ പാല്, മുട്ടയുടെ മിക്സ്, നമുക്ക് കുറച്ച് മാവും കൂടെ ചേർക്കാൻ. ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ മെയിനായിട്ട് നമ്മൾ എന്താണ് ഉണ്ടാക്കുന്നത്? ഗ്രേപ്സ് കേക്കാണ്. നമുക്ക് അന്നേരം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച് ആ ജ്യൂസ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ആദ്യം നമുക്ക് ഒരു 2 സ്പൂണോളം ചേർക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് നല്ല കളറൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കളറ് നമുക്കുണ്ടല്ലേ പർപ്പിൾ കളർ വേണമെങ്കിൽ ചേർക്കാം. ഞാൻ ആർട്ടിഫിഷ്യലായിട്ട് ചേർക്കണ്ടാണെന്ന് വിചാരിച്ച് ഞാൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇത് ബേക്ക് ചെയ്ത് വരുമ്പം ഈ കളറൊക്കെ കാണണമെന്നില്ല കേട്ടോ. ഞാനിവിടെ 3 സ്പൂണോളം ജ്യൂസ് ചേർത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിന്നിവിടെ ഉണ്ടാക്കുന്നത് മുന്തിരി കൊണ്ടുള്ള കേക്കാണ്. 5 സ്പൂണോളം ഞാൻ മുന്തിരിയുടെ ജ്യൂസ് ചേർത്ത് കേട്ടോ. ഇച്ചിരി ലൂസായതുകൊണ്ട് ഒരു 2 സ്പൂണോളം മൈദയും കൂടെ ഞാൻ അഡീഷണലായിട്ട് എനിക്ക് ചേർക്കേണ്ടി വന്ന്. നമുക്ക് കേക്ക് ശരിയാക്കി ചേർക്കണ്ടായിരുന്നു. ഞാൻ പാലും കൂടെ ചേർത്ത് ഒരു കാര്യം കൂടെ ഇതിനകത്ത് ചേർക്കണമെന്ന് 1 അടപ്പോളം വിനീഗർ കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. ഈ കോൺഫ്ലവറും വിനീഗറും ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. നമുക്ക് ഇച്ചിരി 1 സ്പൂണോളം ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് മിക്സ് ചെയ്യാം. നിറച്ച് നമുക്ക് ഒഴിക്കണ്ട കേട്ടോ. രണ്ട് ടിന്നിൽ മാവ് ഒഴിച്ചതിന് ശേഷം കുറച്ച് മാവ് മാറ്റി വയ്ക്കണം. യഥാർത്ഥത്തിൽ വെരി ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് അത് കേട്ടോ. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. നല്ല ടേസ്റ്റുള്ള ഒരു ഇതാണ് കേട്ടോ. ബബിൾസൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട്
നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അതിനകത്തോട്ട് വെച്ച് കൈയൊക്കെ പൊള്ളാൻ നോക്കണം. ഞാനൊരു ഇഡ്ഡലി കുട്ടത്തിനകത്താണ് വെച്ചിരിക്കുന്നത്. നമുക്ക് അടച്ചു കൊടുക്കാം. നമുക്കൊരു 40 മിനിറ്റ് മീഡിയം, ഞാൻ മീഡിയത്തിനകത്തിട്ടാണ് ആക്കുന്നത്. മീഡിയം ലോ ഫ്ലെയിമിലിട്ടാൽ മതി, അത് ഹൈ ആക്കരുത്. ഇനി നമുക്ക് ആദ്യം ഒരു മീഡിയത്തിലോട്ട് കേക്കിൻ്റെ ഇട്ട് കൊടുക്കാം. 20 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ശരിയാകും. നമുക്ക് 12-ന് 10 മിനിറ്റ് ഉള്ളപ്പോഴാണ് നമ്മൾ കേക്ക് വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ രണ്ടാമത്തെ കേക്ക് അതിനകത്ത് നമ്മൾ നേരത്തെ ജ്യൂസാക്കി വെച്ചിരിക്കുന്ന കുറച്ച് മുന്തിരിങ്ങ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമ്മളിവിടെ മുന്തിരി കേക്കാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് മുന്തിരിങ്ങ നമ്മൾ പഞ്ചസാരയിലിട്ട് ഇത് ആക്കിയില്ലേ, അത് കുറച്ച് നമ്മൾ ഈ മാവിലോട്ട് ആക്കി വെച്ചിട്ടുണ്ട്. കളറൊക്കെ കണ്ട ഇത് അടിയിലോട്ട് പോയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് നമുക്ക് ഓവൻ സെറ്റപ്പിൽ, അത് ഞാനൊരു കുക്കറാണ് വെച്ചേക്കുന്നത്, അതിനകത്തോട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഓക്കെ, 3 സൈസിലെ മുന്തിരിങ്ങ കേക്കാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് അടച്ചു കൊടുക്കാം. നല്ല ചൂടായി കിടക്കുകയാണ് കേട്ടോ. ഇവിടെ 12-ന് ഇത് 12-ന് 5 മിനിറ്റ്, മറ്റേത് 12-ന് 10 മിനിറ്റ്. നമുക്ക് ആദ്യം ഇതിന് തന്നെ മീഡിയമായിട്ട് കിടക്കുകയാണ് കേട്ടോ. അപ്പൊ ഈ ഫ്ലെയിമിൽ തന്നെ നമുക്കൊരു 30 മിനിറ്റ് ആകുമ്പോൾ നമുക്കൊന്ന് നോക്കണം കേട്ടോ. ലോയും മീഡിയം ഇട്ട് വേണം നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ. ഇനി ഒരു കേക്കും കൂടെ ഉണ്ടാക്കണം. ഓക്കെ, ജ്യൂസാക്കി വെച്ചിരുന്ന നമ്മൾ പഞ്ചസാര പാണിയാക്കി വെച്ചതിൻ്റെ ആ ജ്യൂസില്ലേ, അതിനകത്തൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഉരുക്കിയെടുക്കാം. അടുത്ത കേക്കിന് വേണ്ടിയാണ് കേട്ടോ. നമ്മൾ പഞ്ചസാര ജ്യൂസാക്കി വെച്ചതെല്ലാം നമുക്ക് ഓരോന്നിനും ആവശ്യമുള്ളതാണ്. തോനെ ഉണ്ടെന്ന് പറഞ്ഞ് ആരും വിഷമിക്കേണ്ട, നമുക്കതെല്ലാം യൂസ് ചെയ്യാം കേട്ടോ. ഇതൊരുവിധം ഉരുകി വരട്ടെ. ഇതിലേക്ക് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. ഇന്ന് 3 രീതിയിലുള്ള കേക്കാണ് ഉണ്ടാക്കുന്നത്. ഒന്ന് നമുക്ക് വേണ്ടി, ഒന്നെൻ്റെ കൊച്ചുമോൾക്ക് വേണ്ടി, ഒന്നെൻ്റെ മോന് വേണ്ടി. അപ്പോൾ ഇത് കണ്ട, ഇതിനകത്ത് ഇങ്ങനെ ഒന്ന് സെറ്റായി വരട്ടെ. ഇങ്ങനെയൊക്കെ ഞാൻ 3ഉം ഒന്നിച്ച് കാണിക്കുകയാണ് കേട്ടോ. നമുക്ക് കുറച്ച് നേരം ഒന്നും ഇടണ്ട കേട്ടോ, ഇത്രയും മതി. ഓക്കെ, ഈ കളർഫുള്ളായിട്ടുള്ള സിറപ്പിൽ കിടക്കുന്ന ഈ മുന്തിരിങ്ങ നമുക്കിതാ ഈ ട്രേയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇളം ചൂടോട് തന്നെ നമുക്ക് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇതിൻ്റെ 4 വശത്തൊന്ന് പരത്തി വെക്കാം. ഒന്ന് സെറ്റായി വരട്ടെ കേട്ടോ. നമുക്ക് ഇച്ചിരി കാപ്പി ഇട്ട് കുടിച്ചാലോ? കാപ്പി ഇടാനൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് അമ്മയ്ക്ക് ചൂടുവെള്ളമൊക്കെ കുടിക്കാനായിട്ട് മോൻ കൊണ്ടുവന്നതാണിത്, ഫ്ലാസ്ക്. അച്ഛന് ആശുപത്രി കിടന്ന സമയത്ത് അപ്പുറത്തുനിന്ന് അനിയൻ്റെ നിന്നാണ് നമ്മളിത്, അനിയൻ്റെ ഒരു ഫ്ലാസ്ക് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അത് നമുക്ക് വലിയ ഉപകാരമായിരുന്നു കേട്ടോ. കാരണം ചേട്ടൻ എപ്പോഴും ചൂടുവെള്ളമൊക്കെ വേണമല്ലോ. അപ്പം ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളു അവിടെ നിൽക്കാനൊക്കെ. അപ്പം അത് കാരണം അനിയൻ ആ ഫ്ലാസ്ക് അവിടെ വെച്ചിരുന്നായിരുന്നു. 12 ദിവസവും നമ്മളവിടെ. അപ്പം നമുക്ക് ഇവിടെ നിന്ന് വെള്ളം കൊണ്ടുവരുന്നതൊക്കെ ഒരു 3-4 ദിവസം ചൂടോട് നിൽക്കുമായിരുന്നു. ഇതിന് അത്രയൊന്നും നിൽക്കത്തില്ല.
ഒന്ന് രണ്ട് ദിവസമൊക്കെ ഇതിന് ചൂട് വയ്ക്കും. അപ്പോൾ അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് നല്ല ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞപ്പോൾ മോനെ അവിടുന്ന് ലീവിന് വന്നപ്പോൾ അമ്മയ്ക്ക് കൊണ്ടുവന്നു. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ എനിക്ക് ചാനലിനൊക്കെ വേണ്ടി കുറേയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. കുറേ നാളായി ഇപ്പം എന്തിനാ ഞാനിത് വെള്ളം ഇന്നലെ ചൂടുവെള്ളമൊക്കെ നിറച്ച് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ചുമയൊക്കെ കാരണം ഞാൻ ഇടയ്ക്ക് വെള്ളമൊക്കെ എടുത്ത് കുടിക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വിരിച്ച് എനിക്ക് നല്ല ക്ഷീണമായി. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഞെക്കുമ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാം, ഞാൻ ആദ്യമായിട്ടായിരുന്നു ഇതൊക്കെ കാണുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഞെക്കിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ തുറക്കും. അപ്പോൾ ഈ സാധനം നമ്മൾ ഊരിയെടുത്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് വെള്ളം വയ്ക്കാം. നല്ല തിളച്ച വെള്ളം ഇരിക്കുക കേട്ടോ. എന്നാൽ ഞാൻ കാപ്പിയിട്ട് കാണാം. ഇവിടെ ഇങ്ങനെ നമുക്ക് ഓണും ഓഫും ഉണ്ട്. ഇപ്പം നമ്മൾ ഓഫാക്കിയിട്ടിരുന്നാൽ നമ്മൾ വെള്ളം വരത്തില്ല. കണ്ടോ, വെള്ളമേ വരത്തില്ല. ഇത് എല്ലാവരും നമുക്കൊന്ന് കുടിക്കാം. ഇതും അമ്മയ്ക്ക് കാപ്പി ഇടാനായിട്ട് കൊണ്ടുവന്നായിരുന്നു. നിങ്ങൾ കാണുന്നുണ്ട്, അതായത് ഇത് കൊണ്ടുവന്നേ. കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് കാപ്പിപ്പൊടി അതിനകത്തോട്ട് ഇടാം. ഇങ്ങനെ തട്ടി അങ്ങ് ഇടാം. കുറച്ച് മതിയല്ലേ കാപ്പിപ്പൊടി. സ്പൂണൊന്നും എടുക്കുന്നില്ല, കുറച്ച് കാപ്പിപ്പൊടി ഇടാം. അമൂല്യയുടെ പാൽപ്പൊടി 1 സ്പൂൺ ഇടാം. ഇനി നമുക്ക് പഞ്ചസാര ഇടാം. പഞ്ചസാര വേണം കേട്ടോ. കാപ്പി നമ്മൾ ഇച്ചിരി പഞ്ചസാര ഇല്ലാതെ കുടിച്ച ഒരു രസം നമുക്ക്. ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇടാം. ഇപ്പോൾ ഓഫാണ്, ഞാനത് ഓണാക്കിയാണ് കേട്ടോ. എന്നിട്ട് ഇത് വയസ്സായവരൊക്കെ ഉള്ളവർക്കും കൊച്ചുങ്ങളൊക്കെ ഉള്ളപ്പോൾ നമ്മൾ പാൽപ്പൊടിയൊക്കെ എപ്പോഴും നമ്മൾ റെഡിയാക്കണ്ടേ. അപ്പോൾ ഇത് താന്നും വരും. ഞാനിപ്പോൾ അങ്ങനെ ആക്കുന്നില്ല. എന്നിട്ട് നമ്മൾ ഈ മുകളിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കാപ്പി റെഡി. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അടിച്ചാൽ മതി. ഓക്കെ, ഞാനിത് അടിച്ച് കാണിച്ചു തരാം. ഇതെന്താ പെയിൻറ്റ് വട്ടയൊക്കെ ഞാൻ എടുത്ത് വെച്ചിരിക്കുക. അപ്പുറത്ത് പെയിൻറ്റ് അടിച്ചില്ലേ, അതിനകത്ത് നമ്മുടെ ഐസ്ക്രീം ഓരോന്നാക്കി വെളിയിലും അകത്തും ഒക്കെ ആയിട്ട് ഞാനങ്ങ് വെക്കും. അപ്പം ഞാനിതൊന്ന് അടിക്കട്ടെ കേട്ടോ. അടിക്കട്ടെ. ആ കയ്യിൽ നിന്ന് ഈ കയ്യിലേ ബാക്കിയും കണ്ട നമ്മുടെ കാപ്പി ഇവിടെ റെഡിയായി. കണ്ട, നിങ്ങൾ കാണുന്നുണ്ടോ? കണ്ട, സൂപ്പർ കാപ്പിയാ കേട്ടോ. ഏതാണ് എൻ്റെ പേര്? ഗോൾഡ് റോസ്റ്റ്. മോൻ അവിടുന്ന് മസ്കറ്റിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാ. ഇത് നല്ലായിരുന്നു കേട്ടോ. എല്ലാവരും മേടിക്കണം കേട്ടോ. ഒരു ഉപകാരമായണ്ട ഞാൻ നിങ്ങളെ കൊണ്ടുവന്നിട്ട് കുറച്ച് നാളായി. അപ്പം ഞാൻ ഇടയ്ക്കെടുത്ത് വെള്ളം ചൂടാക്കി ഇതിനകത്ത് ഒഴിച്ച് വയ്ക്കും. ആവശ്യമുള്ളപ്പോൾ നമുക്ക് തൊണ്ട കുത്തി ഒരു ചുമയൊക്കെ വന്ന്. അപ്പം ഞാൻ വിളിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം നമുക്ക് ഇങ്ങനെ ഇത് പ്രസ് ചെയ്ത് ഞെക്കിയെടുത്ത വെള്ളം കിട്ടി. ഇത് താഴോട്ട് അങ്ങനെ വരും കണ്ട, താഴോട്ട് വരും, മേലോട്ടാക്കി വയ്ക്കുക. ഇത് ഞെക്കിയാൽ നമുക്ക് തുറക്കാം. കണ്ട, ഇത് നിങ്ങൾക്ക് ഞാൻ അടിപൊളി കാപ്പി ഇതുണ്ട്, ദാഹമുണ്ട്. ഇവിടെ പാൽക്കാപ്പിയും കട്ടൻ കാപ്പിയും എല്ലാം അല്ല. എനിക്ക് കാപ്പിയോ ചായക്കാട്ടി കൂടുതൽ ഇഷ്ടം. ചായ കുടിക്കത്തില്ലെന്നല്ല, ഏറ്റവും കൂടുതൽ ഇഷ്ടം കാപ്പിയാണ്. ഇവിടെയൊക്കെ നമുക്ക് നെസ്കാഫയും ബ്രൂവും ഒക്കെ അല്ലേ, അവിടെ നിന്ന് കൊണ്ടുവരുമ്പോഴേ ഇങ്ങനെയൊക്കെ വെള്ളം കൊണ്ടുവരും. ഒരു 9:30-10 മണിയാകുമ്പോൾ തുടങ്ങിയതാ. മണിയെ 12:15 ചേട്ടാൻ ചോറ് തിന്നാൻ വരാറായി. ഞാൻ ചോറൊക്കെ രാവിലെ വെച്ച്, കറി ഇന്നലത്തെ ഇച്ചിരി ഉണ്ടായിരുന്നത് പറ്റിച്ച് വെച്ചു. പിന്നെ ചമ്മന്തിപ്പൊടിയുണ്ട്, നാരങ്ങയുണ്ട്, കടുമാങ്ങയുണ്ട്, തൈരുണ്ട്. ഒന്ന് വിശാലല്ലേ. കഴിച്ച് കഴിഞ്ഞിട്ട് വേണം ബാക്കി പരിപാടികളൊക്കെ നോക്കാൻ. ഓക്കെ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ ഒരു കേക്ക് ഇവിടെ ശരിയായെന്ന് തോന്നുന്നു. നമുക്കൊന്ന് കുത്തി നോക്കാം. മുന്തിരിങ്ങയും കൂടെ ഇട്ടോണ്ട് അതിങ്ങനെ വന്നിരിക്കുന്നത് കേട്ടോ. പശയൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. സൂപ്പർ. നമ്മുടെ കേക്കൊക്കെ ഇവിടെ ശരിയായിട്ടുണ്ട്. ഒന്നാമത്തെ കേക്ക്, രണ്ടാമത്തെ കേക്ക്, മൂന്നാമത്തെ കേക്ക്. ഇത് നമുക്കൊരു പാത്രത്തിലോട്ടാക്കി നമുക്ക് ഒരെണ്ണം നമുക്ക് ക്രീമൊക്കെ സെറ്റ് ചെയ്യാനുള്ളതാണ്. അത് നമുക്ക് ഇത് എളുപ്പമാണ്. നമുക്ക് ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടേ നമുക്ക് ഇളക്കിയെടുക്കാനായിട്ട് നമ്മൾ തണുത്തോണ്ട് നമുക്ക് ഇങ്ങനെ ഇളക്കിയെടുത്തിട്ട് ഇതിൻ്റെ പേപ്പറൊക്കെ മാറ്റിയാൽ മതി കേട്ടോ.
ലെങ്ത് കൂടുതലായിട്ട് ഞാൻ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ കാണിക്കാൻ. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. എല്ലാവർക്കും നന്മ നിറഞ്ഞ ദിനങ്ങളുണ്ടാകട്ടെ എന്നും ഐശ്വര്യം ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. താങ്ക്സ് ഓൾ ആൻഡ് താങ്ക്സ് ഗോഡ്.